ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വണ്ടർഫുൾ. മെഡിസിന് ഫ്രീ ആയി ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രൂലി എ ബ്ലെസ്സിങ്. അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഇസ് വെരി ഡേഞ്ചറസ്. എ സൈലന്റ് കില്ലർ ആണ് ഡയബറ്റീസ്. ഒരസുഖമല്ല, ഒരു കൂട്ടം അസുഖങ്ങളാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെട്ടുള്ള ഇൻസുലിനെ ശരീരത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരിക. ഈ പറഞ്ഞ അവസ്ഥകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കും. ഇതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. റൈറ്റ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് വളരെ അധികം റിലേറ്റഡ് ആണ്. സോ ഈ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ സെക്രീഷൻ പ്രോപ്പറായിട്ട് വരാതെയോ നടക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇതിന്റെ മെറ്റബോളിസം തകരാറിലാവും. ഇതാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടാനുള്ള കാരണമായിട്ട് മാറുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും മെജോറിറ്റി ആളുകളും ഇതിനെ വളരെ സില്ലി ആയിട്ട് കാണുന്ന ആളുകളാണ്. കാരണം ടാബ്ലറ്റ് ഓർ ഇൻസുലിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഷുഗറിനെ നോർമൽ റേഞ്ചിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പീപ്പിൾ വോണ്ട് തിങ്ക് ഇറ്റ് സീരിയസ്ലി. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആണ് ഡയബറ്റീസ്. ഇറ്റ്സ് എ സൈലന്റ് കില്ലർ. ഇതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഡാമേജ് ഇറ്റ്സ് ലോങ് ടേം ഡാമേജ് ആണ്. മാത്രമല്ല പല വൈറ്റൽ ഫങ്ഷൻസിനെയും ഇംപ്രോപ്പർ ആക്കും ഈ ഒരു ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ്. പല ഓർഗൻസും കംപ്ലീറ്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് ഫെയിൽ ആയി പോകും. സോ നാലോചിച്ച് അത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ആര് തന്നെ അനുഭവിക്കണം? ആ വ്യക്തി തന്നെ അനുഭവിക്കണം. വളരെയധികം കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസിലേക്ക് പോകുന്നു മാത്രമല്ല വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ആ സമയത്ത് ഉണ്ടാകുന്ന ചികിത്സകളൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറും. സോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് ഒന്നും പോകാതെ ഡയബറ്റീസിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഫസ്റ്റ് വി ഷുഡ് നോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡയബറ്റീസ്. ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റീസൺ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അബ്നോർമൽ ലിവറിൽ ഗ്ലൂക്കോസ് നോർമൽ ആവുക, ജനിതകപരമായിട്ട് പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുണ്ടാവും. ഒബേസിറ്റിയും അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അമിതമായിട്ടുള്ള വണ്ണവും വ്യായാമം ചെയ്യാതിരിക്കുന്നതും ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും. പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്നുണ്ടാവാം. ബാഡ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വരുന്നുണ്ടാവും. പ്രീ ഡയബറ്റീസ് സ്റ്റേജിലുള്ള ആളുകൾക്ക് ഡയബറ്റീസിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. റൈറ്റ്. സോ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഡയബറ്റീസ് ആണുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. പിന്നെ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ്. ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ശരീരത്തിൽ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒട്ടും ഉണ്ടാവില്ലെങ്കിൽ വളരെ കുറവായിരിക്കും. ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ നടക്കുന്നുണ്ടാവില്ല. ഇതാണ് ടൈപ്പ് 1. കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഡയബറ്റീസ്, ജുവനൈൽ ഡയബറ്റീസ്, അതിനൊക്കെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അതൊക്കെ ടൈപ്പ് 1 ആണ്. ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൃത്യമായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും ബ്ലഡിൽ കൂടി നിൽക്കുന്നുണ്ടാവും. ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണെന്ന് മെജോറിറ്റി ആളുകൾ, ഓൾമോസ്റ്റ് 90% ആൾക്കാരിൽ ഉള്ളത് ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ്. അതൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ വരുന്ന ഒരു ചേഞ്ചസ് ആണ്. സോ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ ആ ഇൻസുലിനെ പ്രോപ്പർ ആയിട്ട് ശരീരത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എക്സം എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ ശരീരം തന്നെ ഇൻസുലിനെ റിജക്ട് ചെയ്യുന്നുണ്ടാവും. സോ എങ്ങനെയാണ് അത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എങ്ങനെ ഈ ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകും. ബ്ലഡിലൂടെ അത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ ചെല്ലണം. നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ ബ്ലഡിലൂടെ കോശങ്ങളിലേക്ക് ചെല്ലുന്നുണ്ടാവും. ഈ കോശങ്ങളിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഫർണസ് പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഈ ഗ്ലൂക്കോസ് കത്തും. എനർജി, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഈ 3ഉം ഉണ്ടാകും. കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയും, എനർജിയും വാട്ടറും ശരീരം ഉപയോഗിക്കും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. റൈറ്റ്. ഇവിടെ ഇൻസുലിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. നമ്മുടെ ശരീരത്തിലുള്ള ഒരു കോശം അതൊരു റൂമായിട്ട് സങ്കല്പിക്കുക. ആ റൂം ഡോർ ഉണ്ട്, അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. താക്കോലും പൂട്ടും ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. റൈറ്റ്. ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറണമെങ്കിൽ ഈ ഡോർ തുറക്കണം. ഈ ഡോർ തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. റൈറ്റ്. സോ
ഗ്ലൂക്കോസ് ബ്ലഡിൽ വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഇൻസുലിൻ അവിടെ ചെല്ലുന്നു. ഇൻസുലിനെ സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം കോശങ്ങളിൽ ഉണ്ടാവും. അവിടെ ഇൻസുലിൻ എത്തുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആവും, ഗ്ലൂക്കോസ് അകത്തേക്ക് പോകും. നോർമൽ പ്രൊസീജിയർ, റൈറ്റ്? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചിന്തിച്ചു നോക്കുക, ചില സമയത്ത് നമ്മൾ ഈ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കുന്ന സമയത്ത് ആ ലോക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് അത് തിരിക്കാൻ പറ്റില്ല, അല്ലെ? അതിന്റെ ഉള്ളിൽ എവിടെയോ സ്റ്റക്ക് ആയത് കാരണം നമുക്ക് താക്കോൽ ഉപയോഗിച്ച് അത് തുറക്കാൻ പറ്റില്ല, സ്റ്റക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡോർ ഓപ്പൺ ആവില്ല. എന്നതുപോലെ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ഇൻസുലിനെ ആ കോശം റിജക്ട് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോർ ഓപ്പൺ ആവില്ല, ഗ്ലൂക്കോസിന് അകത്ത് പോകാൻ പറ്റില്ല, അത്രയും ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടി നിൽക്കും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതാണ് ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, റൈറ്റ്? സോ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റിപ്പയർ ചെയ്യുന്നത് കൂടെ അത്യാവശ്യമാണ്, റൈറ്റ്? സോ എവിടെയാണ് നമ്മുടെ ഐകോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഒക്കെ റെലവൻസ് വരുന്നത്? സോ അതിലേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ ഡയബറ്റീസ് ഒരു എന്താ പറയാ, കൈപ്പേറിയ ഒരു സത്യമാണ്. ഇന്ത്യയിൽ ഡയബറ്റീസ് ഉള്ള ആളുകളുടെ തന്നെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന, ഡയബറ്റീസിന്റെ വേൾഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യമാണ്. കോടിക്കണക്കിന് രൂപ ഈ ഒരു മേഖലയിൽ ചികിത്സയ്ക്കും വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്. പക്ഷേ ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്, ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സിലേക്ക്, നമുക്ക് ആളുകളിലേക്ക് നമുക്ക് ഈ ഒരു ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എത്തിക്കാനും പറ്റും. അതുവഴി അവരെ ഹെൽത്ത് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും, റൈറ്റ്? സോ ഡയബറ്റീസ് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സമയത്തുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ട് അയാൾ ഡയബറ്റിക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡയബറ്റീസ് ഉണ്ടോ എന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് ഒരു ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിലെ റിപ്പോർട്ട് അനുസരിച്ചാണ് അയാൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റുക, റൈറ്റ്? പല ആളുകളും, മെജോറിറ്റി ആയിട്ടുള്ള പല ആളുകളും ഇന്ന് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. സോ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ശരീരം ചില സിംറ്റംസ് കാണിക്കും. ഈ 10 തരത്തിലുള്ള സിംറ്റംസ്. എപ്പോഴും വളരെയധികം ടയർഡ്നെസ് അനുഭവപ്പെടുക, ക്ഷീണം കൂടുക, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുക, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാതെ ഇങ്ങനെ പഴുത്തു നിൽക്കുക, എപ്പോഴും വിശപ്പനുഭവം, ഫുഡ് കഴിച്ചൊരു അരമണിക്കൂറിനാകുമ്പോഴേക്കും വീണ്ടും വിശക്കുക. അത് ഡയബറ്റീസിനുള്ള ഒരു സിംറ്റമാണ്. അത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം കുറയുക, കണ്ണിന്റെ കാഴ്ച മങ്ങുക, സ്ത്രീകളെ സംബന്ധിച്ചും വജൈനൽ ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുക, കൈകാലുകളുടെ വെള്ളം ഒരു ടിങ്ക്ലിംഗ് പോലെ, ഒരു ഇക്കിളിപ്പെടുന്ന പോലെ അസ്വസ്ഥത അനുഭവപ്പെടുക, വലിയ രീതിയിലുള്ള ദാഹം, വെള്ളം എത്ര കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹം അനുഭവപ്പെടുക. ഈ പറഞ്ഞ 10 സിംറ്റംസിൽ ഏതെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് വന്ന ശേഷമല്ല ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കാരണം ഈ ഷുഗർ ലെവൽ കൂടിയിട്ടുള്ള ബ്ലഡാണ് എൻറ്റയർ ബോഡിയിലും ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ് ടു ടോ എല്ലാ അവയവങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യും, എൻറ്റയർ ഓർഗൻസിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി ഡയബറ്റീസ് കൊണ്ടല്ല മരണപ്പെടുക, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടുണ്ടാകുന്ന ഈ കോംപ്ലിക്കേഷൻസ് മൂലമാണ് ആള് മരണപ്പെടുന്നുണ്ടാവുക. മരുന്ന് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി മെഡിസിൻസ് ഒഴിവാക്കിയിട്ട് ഒരു പ്രിവെൻഷനോട് കൂടി ഈ കോംപ്ലിക്കേഷൻസ് ആഫ്റ്റർ എഫക്ട്സിനൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് ഐകോഫിയുടെ റെലവൻസ്. കാരണം ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിലൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഷുഗറിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആഫ്റ്റർ എഫക്ട്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഹിയർ കംസ് ഐകോഫി. ഐകോഫിയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് യാതൊരു സംശയമില്ല, ഇന്ന് ചരക സംഹിതയിൽ, ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ചരക സംഹിതയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് മധുമേഹ അഥവാ പ്രമേഹം എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല നാച്ചുറൽ റെമഡി ഇറ്റ്സ് സലേഷ്യം, ഏകനായകം. ഈ ഏകനായകത്തിൽ നിന്നും ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന സാൽസിറ്റാൾ എന്ന് പറയുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആ ഏകനായകം പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഹെർബൽ കോഫിയാണ് ഐകോഫി. ഇത് ഡയബറ്റീസിനെ വളരെ ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഒപ്പം ഇതിനകത്തുള്ള മറ്റു ഇൻഗ്രീഡിയൻസ്, ഒന്ന് കൂർഗ് റിജിൽ നിന്നുള്ള റോസ്റ്റഡ് കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. അതുപോലെ കൗഹേജ് അഥവാ വെൽവെറ്റ് ബീൻ, നായ്ക്കുരണം എന്ന് പറയുന്ന ആ ഔഷധ സസ്യത്തിൽ നിന്ന് മോളിക്യൂൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ഐകോഫി ഒരാൾക്ക് ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് ഉള്ള ഒരു പ്രോസസ്സ്
ഒരു 40 ഡിഗ്രിയിൽ ഒരു സ്ലോ റോസ്റ്റിംഗിലൂടെയാണ് കോഫി എടുക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കഫീൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു. കഫീൻ ഇല്ലാത്ത കോഫിയാണ് ഐ കോഫി. സോ അതുകൊണ്ട് തന്നെ അത് ലൈഫ് ലോങ് റെഗുലർ ആയിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാം. ഈവൻ ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ധൈര്യമായിട്ട് ഐ കോഫി ഉപയോഗിക്കാം. കാരണം ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മെഡിസിൻസിൽ നോർമലി കഫീൻ ഉണ്ടാവും. അവർക്ക് കോഫി കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കോഫി ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഉപയോഗിക്കാം, ബിക്കോസ് നോ കഫീൻ. എനിബഡി ക്യാൻ യൂസ്. സോ ഈ ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പോളിഫിനോൾസിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോഫി ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു ബെനിഫിറ്റും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. സോ ഇറ്റ്സ് വളരെയധികം റിസർച്ച് ഓറിയന്റഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കോഫി. അത് ഐ കോഫി ക്രീമർ, ഐ കോഫി ബ്ലാക്ക്, 2 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ്. വാട്ട് ആർ ദ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ഐ കോഫി? ഏത് തരത്തിലുള്ള ടൈപ്പ് ആയിട്ടുള്ള ഡയബറ്റീസിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ടൈപ്പ് 1 ആയിക്കോട്ടെ, ടൈപ്പ് 2 ആയിക്കോട്ടെ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിക്കോട്ടെ, ഏത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും നമ്മുടെ പ്രോഡക്റ്റ് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിനകത്ത് ഷുഗർ ഉണ്ടോ? നോ ഷുഗർ ആഡഡ്. റൈറ്റ്. എത്ര കാലം ഇത് ഉപയോഗിക്കണം? അതും നമ്മൾ ഐപ്പിൾസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം ഉപയോഗിക്കാം. റൈറ്റ്. സോ റെഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും കാലം നമുക്ക് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. മെഡിസിൻ ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവും. ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ഒന്നും വരാതെ പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം മെഡിസിൻ സഡൻ സ്റ്റോപ്പ് ചെയ്തിട്ടല്ല നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുന്നത്. എലോങ് വിത്ത് മെഡിസിൻ അവരത് ഉപയോഗിക്കുക. ബിക്കോസ് അവരുടെ ശരീരം മെഡിസിൻസിലായിരിക്കും ബാലൻസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സഡൻ ആയിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. സോ അലോങ് വിത്ത് മെഡിസിൻ ഉപയോഗിക്കുക. ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് മെഡിസിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാം. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കി ഒരു ക്വാളിറ്റി ലൈഫ് അവർക്ക് ഐ കോഫി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. റൈറ്റ്. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കും. ഓഫ് കോഴ്സ് ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഇൻസുലിൻ ആയിക്കോട്ടെ, എന്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഐ കോഫി ക്രീമർ ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ ഉപയോഗിക്കാം. എങ്കിലും കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ നല്ലത് ഐ കോഫി ബ്ലാക്ക് ആണ്. കാരണം അതിനകത്ത് നമ്മുടെ ഏകനായകത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലുണ്ട്. ദെൻ ഡസ് ദിസ് ലോവർ ദ ഷുഗർ? നമ്മുടെ ഷുഗർ ലെവൽ വല്ലാണ്ട് അങ്ങോട്ട് കുറയ്ക്കുമോ? ഒരിക്കലുമില്ല. ഇതെപ്പോഴും ഹെൽത്തി ലെവലിൽ ഷുഗറിനെ മാനേജ് ചെയ്യാനായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു റെഗുലേറ്റിംഗ് പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നുണ്ടാവുക. ആവശ്യത്തിന് ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് വിടുന്ന ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സ് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്തി ലെവലിൽ ബ്ലഡ് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലോ ഷുഗർ ഉള്ള പ്രോബ്ലം ഉള്ള ആളുകൾക്കും നമ്മുടെ കോഫി ഉപയോഗിക്കാം. ഇനി ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾക്ക്, പ്രീ ഡയബറ്റീസ് സ്റ്റേജിലുള്ള ആളുകൾക്കും ഡയബറ്റീസ് ഇല്ലാത്ത നോർമൽ ആളുകൾക്കും ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൗ ടു പ്രിപ്പയർ ദിസ് കോഫി. എങ്ങനെയാണ് കോഫി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ്. സോ ഡയബറ്റീസിന് മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ഓരോ സാഷെ ഉപയോഗിക്കണം. പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരു സാഷെ ഒരു ദിവസം എന്ന രീതിയിൽ പോലും ഉപയോഗിച്ചാൽ മതി. റൈറ്റ്. സോ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ശേഷം നോർമലി ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്ന പോലെ ഈ കോഫി പൗഡർ തിളപ്പിക്കരുത്. കാരണം ഇതിനകത്ത് പോളിഫിനോൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനകത്തുണ്ട്. സോ തിളപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നഷ്ടപ്പെടും. സോ അതുകൊണ്ട് ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കുക. ഒരു കപ്പിലേക്ക് ഈ പറഞ്ഞ ഒരു സാഷയിലുള്ള കോഫി പൗഡർ എടുക്കുക. ഈ വെള്ളം അതിലേക്ക് ഒഴിക്കുക. തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക. റൈറ്റ്. ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഐ കോഫി. ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി ടേസ്റ്റി ആസ് വെൽ. ഒരു റിച്ച് കോഫിയുടെ ഓതന്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഒരു കോഫി കഴിച്ചുകൊണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് കോഫി കഴിച്ചുകൊണ്ട് ഡയബറ്റീസിനെ മാനേജ് ചെയ്ത് മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഏതൊരാൾക്കും വരാൻ പറ്റുമെന്ന് മാത്രമല്ല, ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ളവർക്ക് അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്, വൺ ആൻഡ് ഓൺലി ഐ കോഫി.
ഞങ്ങളുടെ കുടുംബത്തിൽ 8 വർഷമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു സങ്കടത്തിന് നമ്മുടെ ഐപ്പൾസ് എന്ന മിറാക്കിൾ പ്രൊഡക്റ്റ് കൊണ്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ദിവസമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോൾക്ക് മക്കളില്ലായിരുന്നു. ഒത്തിരി പൈസ ഇപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. 2 IVF ചെയ്ത് IVF ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്ത കേസാണ് നമ്മുടെ മിറാക്കിൾ പ്രൊഡക്റ്റായ ഐപ്പൾസിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടിയത്. താങ്ക് യു ഇൻഡസ്ട്രി. പ്രൊഡക്റ്റിന്റെ പേര് ഐപൾസ്. ഇതൊരു ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആരോഗ്യ സർട്ടിഫിക്കറ്റായ ആയുഷ് പ്രീമിയം ഉള്ള പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി സർട്ടിഫൈഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവൽ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഒരു ദിവസം ഒരു മനുഷ്യൻ 3.5 കിലോ ഓർഗാനിക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ മാത്രമേ അയാളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ, ബോഡിയുടെ ന്യൂട്രീഷൻ ലെവലിനെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. എത്ര പൈസ ഉള്ള വ്യക്തികൾക്ക് സമയം തികയില്ല 3.5 കിലോ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കഴിക്കാൻ. അങ്ങനെ നാസ പോലത്തെ വലിയ വലിയ ഓർഗനൈസേഷൻ സ്റ്റഡി നടത്തി അസായി ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ ലോകത്തിലെ സൂപ്പർ ഫ്രൂട്ടായി സർട്ടിഫൈ ചെയ്തു. അങ്ങനെ നാസ ഈ അസായി ബെറി വെച്ച് AS10 എന്നൊരു ഡ്രിങ്ക് ഇറക്കി. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാസ യൂസ് ചെയ്തിട്ടുള്ള 8 ഇൻഗ്രീഡിയൻസ്, അസായി ബെറി പ്ലസ് 7 ഫ്രൂട്ട്സ്, അതേ 8 ഫ്രൂട്ടുകളും പ്ലസ് ഒരു 7 ഫ്രൂട്ട്സ് കൂടെ ചേർത്ത്, അതായത് ടോട്ടൽ 5 ബെറി ഫ്രൂട്ട്സും അതർ 10 സീസണൽ ഫ്രൂട്ട്സിന്റെയും ഒറിജിനൽ ബ്ലെൻഡ് എടുത്ത് 15 ഫ്രൂട്ട്സിന്റെ ഒറിജിനൽ ബ്ലെൻഡ് എടുത്ത് ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് രൂപത്തിലാക്കി നൽകിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ഒരു കൊറോണ സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ, ആരോഗ്യമന്ത്രി, ആയുഷ് പ്രീമിയത്തിന്റെ കൂടെ ചേർന്നൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു. അത് ഐപൾസ് എന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇതൊരു ആന്റി ക്യാൻസർ സപ്പോർട്ടാണ്. ക്യാൻസർ ഉള്ള വ്യക്തികൾക്ക് അതിന്റെ ഗാഠത കുറച്ചു കൊണ്ടുവന്ന് പഴയ ഒരു നോർമൽ ലൈഫിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഐപൾസ് 90 to 120 ഡേയ്സ് കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ തൈറോയിഡിന് വളരെയധികം റിസൾട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. മൈഗ്രെയിന് ഒരു ഇൻസ്റ്റന്റ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ്. വെരിക്കോസ് വെയിൻ, പൈൽസ്, അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായ ഇഷ്യൂസ്, പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ സോറിയാസിസ്, ഇതിനൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് 6 വർഷം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും നേപ്പാളിലും അമേരിക്കയിലും നൽകിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച അമേരിക്കയിൽ വിൽക്കുന്ന ഒരേ ഒരു ഹെൽത്ത് പ്രൊഡക്റ്റും ഐപൾസ് ആണ്. അത്രയധികം ക്വാളിറ്റി ഗവൺമെന്റും ഈ കമ്പനിയും ഐപൾസ് എന്ന പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഡയബറ്റിക് ഉള്ളവർക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇത് ചെറിയ ഫ്രൂട്ട് ഷുഗർ മാത്രമേ ഉള്ളൂ. 2 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രഗ്നന്റ് ലേഡീസിനും ഏത് ജെൻഡറിനും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജോയിന്റ് പെയിൻസിന് വളരെ നല്ല പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. ഗ്യാസ് ട്രബിളിന് വളരെ നല്ല പ്രൊഡക്റ്റ്. നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻസിനെ കറക്റ്റായി നടത്താൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ് എന്ന ഈ ഒരു പ്രൊഡക്റ്റ്. Hi, I'm Dr. Chandra Radish from Trivandrum. Today I would like to share a beautiful experience that changed my life. Exactly 1 year back, I had a severe joint pain and I was bedridden. I was unable to walk and I was on treatment. My husband himself is an ortho doctor. They all decided for a surgery. At that time, my friend and my cousin, she brought me a juice called Ipulse and she asked me, just try this. At first I didn't believe it that it's going to create any wonders for me, but I just followed the instruction and started taking 30 ml in the morning and night. Slowly I saw the changes. I found the pain was reducing and slowly the swelling was reducing. Within 1 month I was able to walk freely. I could bend my knees exactly at 90-degree angle and this showed a real wonder. So I just couldn't believe that this change could bring, this small juice could bring me to such a change in my body. So this is nothing but Ipul juice, which is a 15 fruits extract. One of the fruit being acai berry, which has been imported from Amazon forest, and this fruit has very rich in antioxidant and is an immune booster. So we all know in our daily physiology of a cell, the cells will be damaged and oxidation takes place, and this has to be corrected by an antioxidant. This juice is rich in antioxidants, especially the acai berry has an ORAC value of 7,000. And normally we human beings need just 5,000 of ORAC antioxidants to correct the oxidation and the stress that is in our body.
But to do this, we have to take nearly 3.5 kgs of fresh, organic, cultivated food. Is this possible? I don't think. So the solution to this is just sip in 30 ml of iPulse in the morning and in the evening, and you can see the wonderful results you have. This juice is such a beautiful juice that it's an immune booster. To be frank, I'm in an area where coronavirus was really in the containment zone, where I've been exposed to most of the patients. പ്രൊഡക്റ്റിൻ്റെ പേര് ഐ കോഫി എന്നാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത, ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യ സർട്ടിഫിക്കറ്റായ ആയുഷ് പ്രീമിയം ഉള്ള പ്രൊഡക്റ്റ്, എക്സ്പോർട്ട് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ക്ലിനിക്കലി പ്രൂവൺ സിഗ്നേച്ചർ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ക്ലിനിക്കലി ഈ പ്രൊഡക്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 100% നാച്ചുറൽ സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ്. ഐ കോഫി മെയിൻലി യൂസ് ചെയ്യുന്നത് ഡയബറ്റിക്സ് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. അതായത് 2015 മുതൽ ഐ കോഫി എന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. 2015 ഈ കമ്പനി ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അന്ന് മാർക്കറ്റിൽ കോഫിയും ഉണ്ട്, ഡയബറ്റിക്സിനുള്ള മരുന്നുമുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേർന്ന് കോഫിയുടെ തനതായ രുചി നഷ്ടപ്പെടാതെ തന്നെ ഒരു കോഫി കുടിക്കുന്ന ലാഘവത്തോടുകൂടി കുടിച്ച് പാൻക്രിയാസിന് വീണ്ടും ബീറ്റാ സെൽസിനെ ഉൽപ്പാദിപ്പിക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത്. ഡയബറ്റിക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പാൻക്രിയാസ് വീക്കായി അത് ബീറ്റാ സെൽസിനെ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ഡയബറ്റിക് സ്റ്റേജിലോട്ട് കയറുന്നത്. ഐ കോഫി ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസിനെ വീണ്ടും നാച്ചുറലി വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത്. ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏകനായകം എന്ന് പറയുന്ന ഒരു ഹെർബൽ വേരാണ്. അതിനകത്ത് സാൽസിറ്റാൽ എന്നൊരു കണ്ടന്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പാൻക്രിയാസിനെ വീണ്ടും വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ ഈ സാൽസിറ്റാൽ കൂർഗ് കോഫി ബീനിൽ മിക്സ് ചെയ്ത് ഒപ്പം ഉലുവയും വേങ്ങയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ആന്റി ഓക്സിഡന്റായും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്ററായും യൂസ് ചെയ്ത് ടോട്ടലി ഒരു നല്ലൊരു കോഫിയുടെ രുചിയോട് കൂടി തന്നെ ഒരു പാക്കറ്റ് 50 സാഷറ്റ് ഉണ്ടാവും. രാവിലെയും വൈകിട്ടും ഒരു സാഷെ പൊട്ടിക്കുക. അതിനുശേഷം 100 ml മാക്സിമം 100 ml ചൂടുവെള്ളം അതിലേക്കിട്ട് ഇളക്കിയതിന് ശേഷം രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പും ഒരു നേരം ഒരു സാഷെ വീതം പൊട്ടിക്കുക. 100 ml വെള്ളം ഇട്ട് ഇളക്കിയതിന് ശേഷം അത് കൃത്യമായി കുടിക്കുന്നത് വഴി 25 ദിവസം കൊണ്ട് ഷുഗർ സംബന്ധമായ ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കുറവ് വരുത്തുവാനും ഷുഗറിനെ ഒരു ലെവലിൽ വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. 90 to 120 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനും ഇൻസുലിൻ യൂസ് ചെയ്യുന്നവർക്ക് ഒന്നുകിൽ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത്. അതായത് മരുന്നിന്റെ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐ കോഫി. ഇതിന് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അസുഖമുള്ള ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ്. ലോകത്തിൽ ഏറ്റവും അധികം ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് ഇന്ത്യയിലുമാണ്. അപ്പം ഇന്ത്യയിൽ 164 പേരും ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അപ്പം ഈ മരുന്ന്, ഡയബറ്റിക്കിനുള്ള മരുന്ന് കഴിച്ച് ഗ്രാജുവലി കിഡ്നി അത് ബാധിക്കുകയും അങ്ങനെ ക്രിയാറ്റിൻ പ്രോബ്ലംസും കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഐ കോഫി റെഗുലർ കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മരുന്ന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് മരുന്നിന്റെ സൈഡ് എഫക്ട്സിനെ ഡീടോക്സിഫൈ ചെയ്തുകൊണ്ട് ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത്. ഇത് ഹൈലി ഡയബറ്റിക് ആളുകൾക്കും യൂസ് ചെയ്യാം, പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പ്രഗ്നന്റ് ലേഡീസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡയബറ്റിക് ഇല്ലാത്തവർക്കും അവരുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനായി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിൻ ഫ്ലാക്ടമീസ്. ഒരുപാട് റിസർച്ചുകൾക്ക് ശേഷം കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിൻ ഫ്ലാക്ടമീസ്. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് വെയിറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട്. എന്താണ് ഐസ്ലിമിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബേസിറ്റി ഇന്ന് വലിയൊരു ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മേഖലയിൽ ഒബേസിറ്റി മൂലമുള്ള കോംപ്ലിക്കേഷൻസിനും മറ്റും ഒക്കെ ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റും മറ്റൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപ ഇന്ന് ലോകത്ത് ചെലവഴിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിലുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റൈറ്റ്. സോ ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രത്യേകത, കുറച്ച് 5 പോയിന്റുകൾ നമ്മുടെ ഐസ്ലിം ഫ്ലാക്ടമീസിന് മറ്റ് പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുണ്ട്. കാരണം ലോകത്തുള്ള മാർക്കറ്റിൽ വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ പല പ്രൊഡക്റ്റുകളുണ്ട്. ബട്ട് എന്തുകൊണ്ട് ഐസ്ലിം ഫ്ലാക്ടമീസ് ഇത്രയധികം വേറിട്ട് നിൽക്കുന്നു? ദീസ് 5 പോയിന്റ്സ്. ഫസ്റ്റ് തിങ്, ലോ കാലറിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു.
എപ്പോഴും ഒരു ഹെൽത്തി ലെവലിൽ ഫാറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് ആണ്. സിനർജിസ്റ്റിക് ആയിട്ടുള്ള ആക്റ്റീവ്സ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു മാജിക്കൽ ആയിട്ട് ഒരു എഫക്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ്. വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടാകും, ഒരു പരിധി വരെ വെയിറ്റ് കൂട്ടാനും നോർമൽ ലെവലിൽ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാനും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം അടക്കമുള്ള എല്ലാ മെറ്റബോളിക് ഫംഗ്ഷനെ വളരെ സ്മൂത്ത് ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് 100% നാച്ചുറൽ ബേസ്ഡ് ആണ്. ഏതൊരാൾക്കും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും, യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാനും പറ്റുന്നുണ്ടാവും ഐസ്ലിം ഫ്ലാറ്റമീസ്. എന്തുകൊണ്ട് ഒബേസിറ്റി ആൻഡ് ഓവർ വെയിറ്റ് ഇറ്റ്സ് എ വെരി സീരിയസ് കൺസേൺ എന്ന് പറയാൻ കാരണം, ഇന്ന് ഈ ഒബേസിറ്റി ആൻഡ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോബ്ലംസ്, അവർക്ക് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഡയബറ്റീസ് ആയിക്കോട്ടെ, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി കുറയുന്ന പ്രശ്നമായിക്കോട്ടെ, ക്യാൻസർ റിസ്ക് ആയിക്കോട്ടെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ആസ്മ, ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ, കിഡ്നി പ്രോബ്ലംസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലങ്ങളുടെ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടാവും ഓവർ വെയിറ്റ് ആൻഡ് ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. റൈറ്റ്. സോ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത, പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും ശരീരത്തിൽ, അത് പല കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും. സ്ലീപ്പ് അപ്നിയ ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ എഫക്ട്സ് ആയിക്കോട്ടെ, ഗൗട്ട് പോലെയുള്ള ആർത്രൈറ്റിക് കണ്ടീഷൻ, ലോ ബാക്ക് പെയിൻ, പ്രഗ്നൻസി ടൈമിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ലിവർ ഡിസീസ്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ളത്. റൈറ്റ്. സോ നമ്മളുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ഹെൽത്തി ബോഡി വെയിറ്റിലേക്ക് തിരിച്ചു വരിക എന്നതോടൊപ്പം കൂടി നിൽക്കുന്ന വയറിനെ കുറച്ചിട്ട് കറക്റ്റ് ഒരു ബോഡി ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഐസ്ലിം ഫ്ലാറ്റമീസിന്റെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട പ്രത്യേകത. എന്താണ് ഇതിലെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് തരുന്നത് പ്രധാനമായിട്ടുള്ള 3 ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. കൊലിയസ് ഫോസ്കോലി, സലേഷ്യ, സെസൈം. കൊലിയസ് ഫോസ്കോലി, അതുപോലെ ഏകനായകം, കറുത്ത എള്ള്. ഈ 3 ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് ഈ ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ പ്രോബ്ലംസിനെ എല്ലാം സപ്രസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നല്ല കൊഴുപ്പിനെ ശരീരത്തിൽ നിലനിർത്തി ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ടുള്ള ഒരു എഫക്ട് ബോഡിയിൽ ഉണ്ടാക്കി തരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. അതിൽ ഏകനായകം ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. കൊലിയസ് ഫോസ്കോളിയാണ് മെയിൻ ആയിട്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. കറുത്ത എള്ള് കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യാനും അതുവഴി ഹാർട്ടിന് പ്രോബ്ലംസ് വരാതിരിക്കാനുമായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കറുത്ത എള്ള്. സോ ദിസ് ഈസ് ദ പെർഫെക്റ്റ് കോമ്പിനേഷൻ. അത് കൂടാതെ ഇതിനകത്ത് ഫൈബർ റിച്ച് ആണെന്ന് പറഞ്ഞു. നാച്ചുറൽ ഫൈബറിനുള്ള സോഴ്സസ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് ഓട്സും അതുപോലെ റാഗിയുമാണ്. നാച്ചുറൽ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആയിട്ട് 2 സോഴ്സസ് ഉണ്ട്. ഒന്ന് സോയ പ്രോട്ടീൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെയ് പ്രോട്ടീൻ. സോയ പ്രോട്ടീനും വെയ് പ്രോട്ടീനും ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മീൽ റീപ്ലേസ്മെന്റ്. ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട കംപ്ലീറ്റ് പ്രോട്ടീനും നമുക്ക് ഈ 2 സോഴ്സിലൂടെ കിട്ടുന്നുണ്ടാവും. അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനെ റീപ്ലേസ് ചെയ്യുന്നതിലൂടെ വളരെയധികം സപ്പോർട്ടീവ് ആണെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എനർജി എക്സസ് ആവുന്ന സമയത്ത് അതിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. സോ ഈ ഫാറ്റ് ഡെപ്പോസിറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സ് വളരെയധികം സപ്പോർട്ടീവ് ആണ്. സോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒപ്പം 2 സ്പെഷ്യൽ ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അശ്വഗന്ധ, 2 കാപ്പിക്കച്ചു അഥവാ നായ്ക്കുരണം. എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിൽ കൂടി ഉള്ള ഫാറ്റിനെ, ചീത്ത കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ടാണ് ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്നത്. സോ ഈ ഒരു ബേണിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്ട്രെസ് വല്ലാതെ കൂടും, ഭയങ്കര അസ്വസ്ഥത എല്ലാ ആളുകൾക്ക് ഫീൽ ചെയ്യും. സോ ആ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു കംഫർട്ട് ലെവലിൽ അവർക്ക് ഈ വെയിറ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ശരീരത്തിൽ, ആ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ശരീരത്തിൽ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഹെർബൽ എക്സ്ട്രാക്ട്സ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഫ്രം എവറി ആംഗിൾ ആളുകൾക്ക് വളരെ ഈസി ടു യൂസ് ആൻഡ് എഫക്റ്റീവ് റിസൾട്ട് തരുന്ന, കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പിനേഷൻസ് വളരെയധികം റിസർച്ച് ചെയ്തുകൊണ്ടാണ് ഐ സ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കമ്പനി സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ വെയിറ്റ് മാനേജ്മെന്റ്. റൈറ്റ്. സോ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്.
ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ദെൻ ഹൈ ഓർ ലോ BP ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. പ്രഗ്നൻസി പീരീഡ് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, പ്രിഫറബിളി ഫസ്റ്റ് 6 months. ലാക്ടേഷൻ ടൈമിലാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസത്തിന് ശേഷം ഐസ്ലിം എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. തൈറോയിഡ് പ്രോബ്ലം, ഹാർട്ട് ഡിസീസ്, സ്കിൻ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഉള്ള ആളുകൾക്കും വളരെ സേഫ് ആയിട്ട് ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മീൽ റീപ്ലേസ്മെന്റ് പ്രോഡക്റ്റ്. പ്രിഫറബിളി ഡിന്നർ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. രാത്രി ഭക്ഷണത്തിന് പകരമായിട്ട് ഒരു ദിവസം ഒരു ഐസ്ലിം ബാർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബോക്സിൽ 28 ബാറുകളാണ് ഉണ്ടാവുക. ദിവസവും ഒരു ഐസ്ലിം ബാർ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് ഡിന്നറിന് പകരമായിട്ട് ഉപയോഗിക്കുക, പ്രിഫറബിളി ബിറ്റ്വീൻ 7 PM and 9 PM. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 6 മണിക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ വേണമെങ്കിൽ കഴിക്കാം. റൈറ്റ്. സോ ഇത് കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞ് ബോഡി വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം കൂടി നിൽക്കുന്ന വയറിനെ കുറച്ച് ഒരു ഫ്ലാറ്റ് ടമ്മി ആക്കി കറക്റ്റ് ബോഡി ഷേപ്പിലേക്ക് മെയിൽ ഓർ ഫീമെയിൽ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ശരീരത്തിൽ വാട്ടർ ലോസ് ഉണ്ടാകുന്നുണ്ടാവും. അതിനെ മാനേജ് ചെയ്യേണ്ടതിനും ബാലൻസ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. സോ ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം പല സമയത്തായിട്ട് കുറേശ്ശെയായിട്ട് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഐസ്ലിമിലൂടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ ശരീരഭാരം ചെറുതായിട്ടൊന്ന് കൂട്ടണമെന്ന് കരുതുക. കൂട്ടണമെന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, എക്സ്ട്രാ ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് ഒരു ദിവസം എന്ന രീതിയിൽ ഉപയോഗിക്കുക. ആ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്ന സമയത്തും 3 to 4 liters വെള്ളം നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. റൈറ്റ്. സോ ഈ രീതിയിൽ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൂടി നിൽക്കുന്ന വയറിനെ കുറയ്ക്കാനും ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞ് കറക്റ്റ് ബോഡി വെയിറ്റിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ്. ഇറ്റ്സ് എ യുണീക്ക് പ്രോഡക്റ്റ്. ശരീരഭാരം കുറയ്ക്കുവാൻ പേറ്റന്റ് നേടിയ ഹെർബൽ എക്സ്ട്രാക്റ്റുകളാൽ സമ്പന്നമാണ് ഐസ്ലിം ഫ്ലാറ്റമീസ്. മാംഗോ, ഓറഞ്ച്, വനില, ചോക്ലേറ്റ് എന്നീ 4 ഫ്ലേവറുകളിൽ ഐസ്ലിം ഫ്ലാറ്റമീസ് ലഭ്യമാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കി തന്ന പ്രോഡക്റ്റാണ് ഐഗ്ലോ. എൻ്റെ ബ്യൂട്ടി ഷോപ്പിൽ വന്നിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മാറാത്ത മുഖക്കുരു, കറുത്ത പാട്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, അതുപോലെ പിഗ്മെൻറ്റേഷൻ ഇവയൊക്കെ പൂർണ്ണമായി മാറ്റുവാൻ ഐഗ്ലോ എന്നെ ഏറെ സഹായിച്ചു. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്കും പ്രയോജനകരമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സൗന്ദര്യ സംരക്ഷണ രംഗത്തെ ന്യൂ ടെക്നോളജിയാണ് ഐഗ്ലോയിലുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് ആയുർവേദിക് കൺസ്യൂമബിൾ പ്രോഡക്റ്റാണ് ഐഗ്ലോ. ഇത് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂട്രി കോസ്മെറ്റിക് പ്രോഡക്റ്റാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ധാരാളം ന്യൂട്രിയൻസ് ഇതിലടങ്ങിയിരിക്കുന്നു. ഐഗ്ലോയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് കരളിനെ വിഷവിമുക്തമാക്കുന്നു, അഥവാ കരളിനെ ഡീടോക്സ് ചെയ്യുന്നു. ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നു, സ്കിൻ ലൈറ്റനിങ് ചെയ്യുന്നു. ആൻറ്റി ഏജിങ്, പ്രായത്തെ കുറച്ച് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. ആൻറ്റി റിങ്കിൾസ്, ചർമ്മത്തിൻ്റെ ചുളിവുകൾ ഇല്ലാതാക്കുന്നു. ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ, ചർമ്മത്തിലെ കറുത്ത പാടുകൾ ഇല്ലാതാക്കുന്നു. ബ്ലെമിഷ് കൺട്രോൾ, മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന കുഴിവുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. സ്കിൻ മോയ്സ്ചറൈസിങ്, സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. സ്കിൻ റിജുവിനേറ്റിംഗ്, ചർമ്മകാന്തിക്കും ചർമ്മശുദ്ധിക്കും വളരെ നല്ലതാണ്. ഐഗ്ലോയിൽ ഏതെല്ലാം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കാം. പണ്ട് മുതൽക്കേ നമുക്ക് എല്ലാവർക്കും അറിയാം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവിൻ്റെ പ്രാധാന്യം. ഐഗ്ലോയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയിൽ നിന്നുള്ള ഏറ്റവും ഗുണമേന്മയേറിയ സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവാണ്. ഐഗ്ലോയിലെ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് ആണ്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റിലുള്ള പ്രധാന ആൻറ്റി ഓക്സിഡൻ്റായ റെസവറ്റോള് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും
യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും ചർമ്മത്തിൻ്റെ കേടുപാടുകൾ മാറ്റി ചർമ്മകാന്തി വരുത്തുന്നതിനും വളരെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഫൗണ്ടേഷൻ ലെയറാണ് കൊളാജൻ. ചർമ്മത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും ഏറെ സഹായിക്കുന്ന ഈ കൊളാജൻ പ്രായം കൂടുന്തോറും അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. കൊളാജൻ ധാരാളമായി അടങ്ങിയ ശതാവരിയും കുക്കുംബറുമാണ് ഐഗ്ലോയിലെ മറ്റ് പ്രധാന ചേരുവകൾ. ഐഗ്ലോയിലെ മറ്റൊരു പ്രധാന ഘടകമായ കോജിക് ആസിഡ് പ്രകൃതിദത്തമായ കടൽപ്പായൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഈ കോജിക് ആസിഡ് സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും സ്കിന്നിൻ്റെ മോയ്സ്ചറൈസിംഗ് നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ഐഗ്ലോയിലെ മറ്റൊരു ചേരുവയായ ലിക്കറൈസ് എക്സ്ട്രാക്ട് അതിമധുരം അഥവാ ഇരട്ടി മധുരത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. സ്കിന്നിൻ്റെ കറുത്ത പാടുകൾ മാറ്റുന്നതിനും എണ്ണമയം നീക്കം ചെയ്യുന്നതിനും ഇത് വളരെ സഹായിക്കുന്നു. ഐഗ്ലോയിലെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലൂട്ടിൻ എക്സ്ട്രാക്ട്. മേരി ഗോൾഡ് അഥവാ ജമന്തിപ്പൂവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ ലൂട്ടിൻ എക്സ്ട്രാക്ട് സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് വർദ്ധിപ്പിക്കുകയും സ്കിന്നിൻ്റെ ചുളിവുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഐഗ്ലോയിൽ അടങ്ങിയിരിക്കുന്ന ഒരു മൂലകമാണ് കോക്യൂട്ടൻ. സീവീഡ് അഥവാ കടൽപ്പായൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കോക്യൂട്ടൻ യുവത്വം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് സൗന്ദര്യം സംരക്ഷിക്കേണ്ടി വരുന്ന സെലിബ്രിറ്റികൾക്കും മോഡലിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ടി വരുന്നവർക്കും ഐഗ്ലോ ഒരു അമൂല്യ പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാന വെല്ലുവിളിയാകുന്നത് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. അതിന് വളരെ നല്ലൊരു പരിഹാരമായിരിക്കും ഐഗ്ലോ. ഇൻഡസ്ബ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. സാഷ ആയിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. മാംഗോ, ഓറഞ്ച്, ബ്ലാക്ക് കറന്റ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough. സുഹൃത്തുക്കളെ, ഇൻഡസ് വീവയിൽ നിന്നും ഒരു ആകർഷണീയമായ പോഷക സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം പരിചയപ്പെടുത്തട്ടെ. ഐഗ്ലോ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആന്തരിക സൗന്ദര്യവർദ്ധക ഉൽപ്പന്നമാണ് ഐഗ്ലോ. ഇത് ഔഷധ സസ്യങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ചേർന്നതാണ്. ഐഗ്ലോ നിങ്ങളുടെ സൗന്ദര്യത്തെ ഉള്ളിൽ നിന്നും ഉറപ്പിക്കുകയും ചർമ്മത്തിന് പുറത്ത് തിളക്കം നൽകുകയും ചെയ്യുന്നു. സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, മാംഗോ, ഓറഞ്ച് എന്നിവയുടെ 4 ഫ്ലേവറുകളിൽ ഐഗ്ലോ ലഭ്യമാണ്. ആയുർവേദ കാലം മുതൽ ചർമ്മ മോയ്സ്ചറൈസിങ്ങിനും ചർമ്മത്തെ സുഖപ്പെടുത്തുന്നതിനും കശ്മീർ താഴ്വരയിൽ നിന്നും ഉത്ഭവിച്ച മികച്ച ഗുണനിലവാരമുള്ള കുങ്കുമം ചേർന്ന 100% പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് ഐഗ്ലോ. കുങ്കുമത്തിന് പുറമെ നാച്ചുറൽ പ്ലാൻ കൊളാജൻ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ലിക്കറൈസ് എക്സ്ട്രാക്ട്, കോജിക് ആസിഡ്, നാച്ചുറൽ ലൂട്ടൻ, കോഎൻസൈം ക്യൂട്ടൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഐഗ്ലോ ചർമ്മത്തിന് തിളക്കം, ആൻറ്റി ഏജിങ്, സ്കിൻ മോയ്സ്ചറൈസിങ് നൽകുന്നതിനോടൊപ്പം കറുത്ത പാടുകളും മുഖക്കുരുവും അകറ്റുവാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയും കരളിലെ വിഷാംശത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചർമ്മത്തിന് ആരോഗ്യവും മികച്ച നിറവും നൽകുന്നു. എല്ലാ പ്രായത്തിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് അനുയോജ്യമാണ്. കൂടാതെ പാർശ്വഫലങ്ങളില്ല. മികച്ച ഫലങ്ങൾക്കായി ഭക്ഷണം കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് പ്രതിദിനം 2 ഐഗ്ലോ സാഷകൾ വരെ കഴിക്കാം. ചർമ്മത്തിൻ്റെ നവചൈതന്യം വീണ്ടെടുക്കുവാൻ ഉടൻ തന്നെ ഐഗ്ലോ സ്വന്തമാക്കൂ.